ശാസ്താവിന്റെ എഴുന്നള്ളത്താണ് നമ്മൾ കാണുന്നത്. വടക്കുംനാഥ സന്നിധിയിലേക്ക് ചെറുപൂരങ്ങളുടെ വരവ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കണിമംഗലം ശാസ്താവ് കൊട്ടുകുഴൽ മേളങ്ങളുടെ അകമ്പടിയോടുകൂടി വടക്കുംനാഥ സന്നിധിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. പൂരത്തിന്റെ പെരുമ തികയുന്ന കാഴ്ചകളിൽ ഒന്നുകൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശൂർ നഗരത്തിന്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ക്ഷേത്രമാണ് കണിമംഗലം ശാസ്താവിൻ്റെത്. പ്രതിഷ്ഠ പറഞ്ഞതുപോലെ ശാസ്താവ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് രാമന്റെ വരവാണ്. രാമന്റെ തിടമ്പിലുള്ളത് ചെമ്പൂക്കാവ് ഭഗവതിയാണ്. ഒരു കാലത്ത് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിയിരുന്ന തൃശൂർക്കാരുടെ പ്രിയപ്പെട്ട ആനയാണ്, ഗജരാജനാണ്. ഇപ്പോൾ ചെമ്പൂക്കാവ് ഭഗവതിയുമായി അവിടേക്ക് എത്തുന്നത്. കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്തിന്റെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം അർജുൻ കല്യാട് ചേരുകയാണ്. അർജുൻ, അതൊരു വലിയ കാഴ്ചയാണ്. പ്രതിഷ്ഠ ധർമ്മശാസ്താവാണെങ്കിലും ബൃഹസ്പതിയുടെ ചൈതന്യം കൂടി ഉണ്ട് കണിമംഗലത്ത് എന്നാണ് പ്രമാണം. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പൂരത്തിന്റെ ആചാരപ്പെരുമയുമായി ചേർന്ന് നിൽക്കുന്ന കാഴ്ചയിലൂടെ, നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രാവിലെ തന്നെ അല്ലെ, എന്തു ഭംഗിയുള്ളതും എത്ര ഇമ്പമുള്ളതുമായ കാഴ്ചയും കേൾവിയുമാണ്. മാധു, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കണിമംഗലം ശാസ്താവ് എന്ന രീതിയിലാണ് എങ്കിൽ കൂടിയും അതിനകത്ത് ബൃഹസ്പതിന്റെ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ സങ്കല്പത്തിലാണ് ശാസ്താവിനെ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കണിമംഗലം ശാസ്താവ് വടക്കുനാഥിനെ വലം വയ്ക്കുകയോ അല്ലെങ്കിൽ വണങ്ങുകയോ ചെയ്യാറില്ല. നേരെ ഒക്കെ ഗോപുര നടവഴി നടന്ന് നേരെ ഇവിടെ വന്ന് പൂരത്തിലേക്ക് എത്തിക്കുകയാണ്. ക്ഷേത്രം വലം വയ്ക്കാത്ത ഒരു പൂരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തെക്കേ ഗോപുര നടവഴി അകത്തേക്ക് കടക്കുന്ന ഒരേ ഒരു ഘടകപൂരം എന്ന ഒരു പ്രത്യേകത കൂടി തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് കണിമംഗലം ശാസ്താവിന് ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. ഇതിനപ്പുറത്ത് വളരെയധികം പ്രൗഢിയോടുകൂടി തന്നെ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത്. രാവിലെ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്ന സമയത്ത് അല്ലെങ്കിൽ ആനയിൽ തിടമ്പേറ്റിക്കൊണ്ടാണ് കണിമംഗലം ശാസ്താവ് ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളുകയെങ്കിൽ കുളശ്ശേരി ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ആ ആനയുടെ എണ്ണം എന്ന് പറയുന്നത് അത് 5 ആകും. പിന്നീട് രാജറൗണ്ടിലേക്ക് എത്തുമ്പോൾ അത് 9 ആനകളാണ്. അതായത് തെക്കേ ഗോപുര നടയിലേക്ക് കണിമംഗലം ശാസ്താവ് എത്തുമ്പോഴേക്കും 9 ആനകളായിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ പറയുന്ന മേളക്കാരും അതുപോലെ തന്നെ ആനയുമൊക്കെ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്നും ചെമ്പടമേളം കലാശിച്ചതിന് ശേഷം ഇപ്പോൾ പാണ്ടി അവർ പുറത്തേക്ക്, അതായത് ക്ഷേത്രത്തിന്റെ അതിലകത്തു നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വരവ് അറിയിക്കുകയാണ്. ഇവിടെയുള്ള സംഘടനകൾ ഇവിടെ നിന്ന് ആളുകളൊക്കെ മാറ്റി അതുപോലെ തന്നെ വാദ്യക്കാർക്കുമൊക്കെ പുറത്തേക്ക് വരാൻ സുഗമമായി പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകുന്നത് നമുക്ക് കാണാൻ വേണ്ടി. എന്നാലും വളരെയധികം പ്രൗഢിയോടുകൂടി ആവേശത്തോടുകൂടി, എന്നാൽ നേരത്തെയൊക്കെ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ വേദന കണക്കി പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ പൂരം ഉണ്ടാകുന്നത്. ഇത് അതിജീവനം തന്നെയാണ്. ആറാട്ടുപുഴ പൂരത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയാതിരുന്ന തൃശ്ശൂരിലെ എട്ടോളം ഘടകപൂരങ്ങൾ, ഘടകക്ഷേത്രങ്ങൾ കൊച്ചി രാജാവിനോട് പരാതി അറിയിച്ചപ്പോൾ, അവരോട് കാര്യം അറിയിച്ചപ്പോൾ അവിടെ ഒരു അതിജീവനത്തിന്റെ ഒരു പുതിയ പൂരം ഉണ്ടാക്കിയതാണ് തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രം. അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകുന്നത്. കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്താണ് പൂരപ്രേമികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.